every single day. I'm gonna make something great. Hello and welcome back to my channel. എൻ്റെ പേര് പ്രിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ്. ഹോൾ എന്ന് പറയുമ്പോൾ സ്കിൻ കെയർ, ഹെയർ കെയർ ആൻഡ് മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ഹോളാണ്. അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ചില പ്രോഡക്ട്സ് എല്ലാം തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് പേഴ്സണലി ട്രൈ ചെയ്യാനായിട്ട് കുറച്ച് പ്രോഡക്ട്സും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം തന്നെ റിവ്യൂസ് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഹോളിൽ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ കാണാം. വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ വാങ്ങിച്ചിട്ടുള്ള ചില സ്കിൻ കെയർ പ്രോഡക്ട്സ് എല്ലാം തന്നെ കാണാം. ഇപ്പോൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അതിന് പറ്റിയിട്ടുള്ള ചില പ്രോഡക്ട്സ് എല്ലാം ട്രൈ ചെയ്യാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഗുഡ് വൈബ്സിൻ്റെ പ്രോഡക്ട്സ് എല്ലാം തന്നെ നല്ല ട്രെൻഡിങ്ങിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുഡ് വൈബ്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു റേഞ്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ പ്രോഡക്ട്സ് എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. ഗുഡ് വൈബ്സിൻ്റെ മറ്റ് പ്രോഡക്ട്സ് എല്ലാം തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലസിൻ്റെ റേഞ്ചിലുള്ള പ്രോഡക്ട്സ് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു 4 പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഞാൻ എസ്പെഷ്യലി ഈ ഒരു ടീ ട്രീ ഓയിൽ പ്ലസ് ഹോളി ബേസിലിൻ്റെ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഹെഡ് റിമൂവൽ പ്ലസ് ആൻറ്റി ഏജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. പാക്കേജിങ് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാണിത്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആലുവേറ പ്ലസ് വിറ്റമിൻ ഇ ഏജ് ഡിഫൈൻ പ്ലസ് മോയ്സ്ചറൈസിങ് ഡേ ലോഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ് വാങ്ങിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ഞാൻ സമ്മറിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തതാണ്. ആലുവേറ പ്ലസ് വിറ്റമിൻ ഇ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഈ ഗുഡ് വൈബ്സ് പ്ലസിൻ്റെ ഈ റേഞ്ച് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഇങ്ങനെ ഒരു ബ്ലാക്ക് പാക്കേജിങ്ങിലാണ് വരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അത് മാത്രമല്ലാതെ ഗുഡ് വൈബ്സ് പ്ലസ് എന്ന് തന്നെ ഞാൻ വേറൊരു 2 പ്രോഡക്റ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. 2 ജെല്ലാണ്. ഒന്ന് ആലുവേറ പ്ലസ് നീം എന്ന് പറയുന്ന ഈ ഒരു ജെല്ലാണ്. ആക്നെ കൺട്രോൾ പ്ലസ് ഹൈഡ്രേറ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. മുഖക്കുരുവിനെല്ലാം തന്നെ വളരെ നല്ലതാണ്. എസ്പെഷ്യലി സമ്മറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ആലുവേറ പ്ലസ് ലെമൺ സോഫ്റ്റനിങ് പ്ലസ് റേഡിയൻസ്, കുറച്ച് ബ്രൈറ്റ്നെസ് കൊടുക്കാനായിട്ടുള്ളൊരു ജെല്ലാണ് ഇത്. അപ്പോൾ ഇതും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഗുഡ് വൈബ്സ് പ്ലസ് റേഞ്ചിലുള്ള വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്ട്സ്. അപ്പോൾ ഗുഡ് വൈബ്സ് പ്ലസ് റേഞ്ചിൽ ഞാൻ 4 പ്രോഡക്റ്റേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗുഡ് വൈബ്സിൻ്റെ ആപ്പിൾ സൈഡർ വിനീഗർ ഷാമ്പൂ കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷാമ്പൂ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബനാന ഷാമ്പൂ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നല്ലതാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് റിവ്യൂ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഷാമ്പൂ കൂടെ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഞാൻ കോക്കനട്ട് ഓയിലും പിന്നെ കാസ്റ്റർ ഓയിലും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഹെയറിനും സ്കിന്നിനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ കോക്കനട്ട് ഓയിൽ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ പ്യുവർ കോക്കനട്ട് ഓയിൽ പിന്നെ പറയേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ വീട്ടിലെല്ലാം തന്നെ. അപ്പോൾ ചിലർക്ക് വീട്ടിൽ ആട്ടിയ പ്യുവർ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നല്ല പ്യുവർ കോക്കനട്ട് ഓയിലൊന്നും കിട്ടാത്തവരുണ്ടെങ്കിൽ, സിറ്റിയിലെല്ലാം ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇത് നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പറയാം. ഇത് രണ്ടും തന്നെ നല്ല കോൾഡ് പ്രസ്ഡ് ഓയിൽസ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ റീഫൈൻ ചെയ്തിട്ടുള്ള ബോട്ടിലിൽ കിട്ടുന്ന, കവറിൽ കിട്ടുന്ന ഓയിൽസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കോൾഡ് പ്രസ്ഡ് ഓയിൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. ബിക്കോസ് കോൾഡ് പ്രസ്ഡ് ഓയിൽസിലായിരിക്കും അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നഷ്ടപ്പെടാതെ ഇരിക്കുന്നത്. അപ്പോൾ കുക്കിങ്ങിനായാലും നമ്മൾ സ്കിന്നിനും ഹെയറിനും ആയാലും കോൾഡ് പ്രസ്ഡ് യൂസ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. നമ്മൾ കുക്കിങ്ങിന് പിന്നെ പറയേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ പറയേണ്ട, അത് തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും യൂസ് ചെയ്യും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു 2 ഓയിൽസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഗുഡ് വൈബ്സിൻ്റെ ആലുവേറ ജെല്ലാണ്. അപ്പോൾ അത് സമ്മർ ആയതുകൊണ്ട് നമുക്കിത് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ആലുവേറ ജെൽ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആ സണ്ണിൻ്റെ ആ ഒരു എരിച്ചലൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമ്മൾ കയ്യിലും ഫേസിലും എല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ആലുവേറ ചെടി ഉണ്ടാവില്ല. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ കുറേ ആലുവേറ ചെടീന്, ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്കിവിടെ ആലുവേറ ചെടി കിട്ടാൻ കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ ആലുവേറ ജെൽ വാങ്ങിച്ചു. ഇതുപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ പല ജെൽസ് ഉണ്ട്. ഫ്രൂട്ട് ജെൽസ്, പപ്പായ, ഓറഞ്ച്, വാട്ടർമെലൺ പോലത്തെ പല ജെൽസ് ഉണ്ട്. അതൊക്കെയും തന്നെ നല്ല യൂസ്ഫുൾ ആണ്. ഞാൻ ഗുഡ് വൈബ്സിൻ്റെ വാട്ടർമെലൺ ജെൽ യൂസ് ചെയ്യുന്നുണ്ട്, വളരെ നല്ലതാണ്.
അപ്പോൾ അത് ഞാൻ പഴയൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ അതുമാത്രമല്ലാതെ ആലോവേര സൂത്തിങ് ഫേസ് ക്രീമും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സമ്മർ ആയതുകൊണ്ട് എല്ലാം തന്നെ ഈ ആലോവേരയുടെ റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഓണിയൻ എസെൻഷ്യൽ ഓയിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഓയിൽ ഹെയർ കെയറിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെയർ ഗ്രോത്തിന് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറേ എസെൻഷ്യൽ ഓയിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോയിൽ എസെൻഷ്യൽ ഓയിലിൻ്റെ വീഡിയോയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയാം എസെൻഷ്യൽ ഓയിൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ജിഞ്ചറും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അത് ഹെയർ കെയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ചില മേക്കപ്പ് പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൻവൈബയുടെ പ്രൈമറാണ്. അപ്പോൾ കുറേ റിവ്യൂസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് ഈ എൻവൈബയുടെ പ്രൈമർ. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രൈമർ ഞാൻ വാങ്ങിച്ചു. ചെറിയൊരു പാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൈമറാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോഡ കോസ്മെറ്റിക്സിൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. ഈ മസ്കാര എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത് നല്ല രസമാണ്. ഇത് ഞാൻ കുറേ റിവ്യൂസിൽ കണ്ടിട്ട് പിന്നെ വാങ്ങിക്കണമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിന് മുന്നായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് വന്നപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കി. വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ പാക്കേജിങ് കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ട്. ബ്ലൂ കളർ പാക്കേജിംഗ് ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ ബ്രഷ് കുറച്ച് നമുക്ക് ലോങ് ആയിട്ടുള്ളത് കൊണ്ട് അപ്ലിക്കേഷന് വളരെ ഈസി ആയിട്ടുണ്ടാവും. അത് മാത്രമല്ല നല്ല പിഗ്മെന്റഡും ആണ്, ലോങ് ലാസ്റ്റിങ്ങും ആണ്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. മോഡ കോസ്മെറ്റിക്സിന്റെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. ഇനി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്റ്റേക്ക് വർക്കിയുടെ ലോങ് വിയർ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും ഞാൻ കുറേ വീഡിയോസിലെല്ലാം കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അതേപോലെ തന്നെ സ്റ്റേക്ക് വർക്കിയുടെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്റ്റേക്ക് വർക്കിയുടെ കുറച്ച് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ്സ് എല്ലാം തന്നെ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള നല്ല കാമിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നത്. അടിപൊളി ലിപ്സ്റ്റിക്സ് ആണ്, വളരെ ലോങ് ലാസ്റ്റിങ്ങും ആണ്. അപ്പോൾ ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്സിൻ്റെ കൂടെ തന്നെ ഞാൻ ലിപ് ക്രയോൺസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ സ്വാച്ചസ് ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നതും ഞാൻ കുറച്ച് നല്ല ന്യൂഡായിട്ടുള്ള കുറച്ച് കാമിങ് ആയിട്ടുള്ള കളേഴ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. വളരെ ഇഷ്ടപ്പെട്ടു. സ്റ്റേക്ക് വർക്കിയുടെ ലിപ് ക്രയോൺസ് മാത്രമല്ലാതെ എൻവൈബയുടെ കൂടെ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അതും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻവൈബയുടെ ലിപ് ക്രയോൺസും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്സ് എല്ലാം തന്നെ അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഈ ഷെയ്ഡ്സ് എല്ലാം തന്നെ വളരെ ഇഷ്ടപ്പെട്ടു, ലിപ്സ്റ്റിക്സ് എല്ലാം തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ലിപ്സ്റ്റിക്സ്. പിന്നെ ഞാൻ ഒന്ന് പറയാൻ മറന്നു, ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് സീറം. ഇത് നിങ്ങൾ ചോദിച്ചാണ്, ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്തിനാണ് റോസ് ഹിപ്പ് സീറം യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റോസ് ഹിപ്പ് സീറം കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ കൂടെ ഞാൻ പറയാം. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്ട്സ് എൻവൈബയുടെ പ്രോഡക്ട്സ് ആണ്, മേക്കപ്പിനുള്ളതാണ്. സ്കിൻ ന്യൂട്രലൈസർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻവൈബയുടെ തന്നെ ബ്രോഡ്വേ റെഡി മേക്കപ്പ് ഫിക്സർ, അതായത് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ പോലെ യൂസ് ചെയ്യുന്ന സാധനമാണ്. മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ തന്നെയാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എൻവൈബയുടെ തന്നെ നൈറ്റ് സ്കൈ ഇലുമിനേറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എൻവൈബയുടെ ഫൗണ്ടേഷൻ കൺസീലർ കോണ്ടർ കളർ കറക്റ്റർ സ്റ്റിക്കാണ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ സ്കിൻ കളറിന് അനുസരിച്ച പോലെ വാങ്ങിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് സ്റ്റേക്ക് വർക്കിയുടെ വെറ്റ് ലുക്ക് ടിൻറ്റ് എന്ന് പറയും. ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോയ്സ്ചറൈസറിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കൈകളിലോ അല്ലെങ്കിൽ ഫേസിൽ തന്നെ ഫൗണ്ടേഷനിലൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോയി ഫിനിഷിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കൈയെല്ലാം തന്നെ പാർട്ടീസിലെല്ലാം നമ്മൾ പോകുമ്പോൾ നന്നായിട്ട് തിളങ്ങാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് സ്റ്റേക്ക് വർക്കിയുടെ വെറ്റ് ലുക്ക് ടിൻറ്റ് എന്ന് പറയുന്നത്. ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫറുള്ള സമയത്ത് ഇതുപോലെയൊക്കെ നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സും സ്കിൻ കെയർ പ്രോഡക്ട്സും എല്ലാം വാങ്ങിക്കുന്നത് വളരെ ലാഭമായിട്ടുണ്ട്. അപ്പോൾ ഓഫറുള്ള സമയത്ത് മിസ് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റു സമയത്തിനേക്കാളും നല്ല സെയിൽ നടക്കുന്ന സമയത്തെല്ലാം തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സെയിലിൽ വാങ്ങിച്ചതാണ് ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ നല്ല ലാഭം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് സ്റ്റേക്ക് വർക്കിയുടെ ബഡാസ് ഐലൈനറാണ്. അപ്പോൾ ഐലൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുണ്ടാവണം, വാട്ടർ പ്രൂഫ് ആയിട്ടുണ്ടാവണം. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഒരു ഐലൈനറിൽ ഞാൻ കണ്ടു. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തതാണ്. ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാനിത് പർച്ചേസ് ചെയ്യുന്നത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ്. ഒരു 5 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ നെയിൽ പോളിഷാണ്, നമ്മുടെ നെയിൽ പോളിഷസ് ആണ്. അപ്പോൾ എല്ലാം തന്നെ നല്ല മാറ്റ് കളേഴ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കണ്ടോ, നല്ല മാറ്റ് കളേഴ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിട്ടിരിക്കുന്നത് ഒരു
മാറ്റ് ഫിനിഷുള്ള കളറാണ്, നല്ല പിങ്കി കളറാണ്, നല്ല രസമുണ്ട്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ 5 നെയിൽ പോളിഷാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. NYBയുടെ ആണിത്, NYBയുടെ ആണ്. അപ്പോൾ നന്നായിട്ടുണ്ട്, നല്ല കളേഴ്സ്, ന്യൂട്രൽ കളേഴ്സ്, നല്ലൊരു കാമിങ് ആയിട്ടുള്ള കളേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചത്. കൂടിയുണ്ട് സ്റ്റേ കുറുക്കിയുടെ കോമ്പാക്ട് പൗഡറാണ്. ഈ ഒരു പൗഡർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൗഡർ 1 ടൈമേ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പൗഡറാണ്. നല്ലൊരു ഗ്ലോയി ഫിനിഷാണ്, നല്ലൊരു ഫിനിഷ് ഉണ്ട്. അത് മാത്രമല്ല നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, നമ്മുടെ സ്കിന്നിന് കാണാനായിട്ട് നല്ല എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഓവറോൾ ഒരു എന്താ പറയുക, ഒരു സജഷൻ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനുള്ള റിവ്യൂസും എല്ലാം തന്നെ ഇതിനുള്ള വീഡിയോസിൽ പറയാം. അപ്പോൾ ഈ ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും പറയണം. ഇതുപോലെ ഹോൾ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും പറയാം, കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, പ്ലീസ് ഡോണ്ട് മൈൻഡ്. അടുത്ത് ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ ഡിസ്റ്റർബൻസ് എല്ലാം തന്നെ. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ഓഫേഴ്സ് ഉള്ളപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം കിട്ടും. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ. പോലെ ഒരു നല്ല വീഡിയോയിൽ കാണുന്ന റിച്ച് സൈനിങ് ഓഫ് പ്രിയ ജയൻ. ബൈ, ടേക്ക് കെയർ.